ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. ലക്നൗവിൽ നിന്ന് ഇന്ന് ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇന്ന് എത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം വഴിയിലെല്ലാം ഇപ്പോൾ മഴ കുറഞ്ഞിരിപ്പുണ്ട്, ഒത്തിരി മഴയുണ്ടെന്നാണ് മൊത്തം വാർത്തകൾ കാണുന്നത്. ഈ പോകുന്ന വഴിയിൽ ലക്നൗവിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ടൗണിൽ നിന്ന് യാത്ര ചെയ്തപ്പോൾ നമ്മൾ പോകുന്നത് NH-28 അതിൻ്റെ 4-വേ ലൈൻ റോഡാണ്. അതിൻ്റെ സർവീസ് റോഡിൽ ഒരു മാമ്പഴ മാർക്കറ്റാണ് ഈ കാണുന്നത്. ലക്നൗ മാമ്പഴ മാർക്കറ്റിന് പേര് കേട്ടതാണ്. ലക്നൗവിലുള്ള പലതരം മാമ്പഴത്തിനും വളരെയധികം പ്രസിദ്ധമാണ് ലക്നൗ. ലക്നൗവിൽ പുറത്ത് മലിഹാബാദ് സ്ഥലത്ത് ദശഹരി മാമ്പഴം ഭയങ്കര പ്രസിദ്ധമാണ്. അവിടെ നിന്നുള്ള ലങ്കര, ചൗസ തുടങ്ങിയ മാമ്പഴങ്ങളും ഇവിടെ മിക്ക സംസ്ഥാനങ്ങളിലും വളരെയധികം ഡിമാൻഡുള്ളതാണ്. വിദേശ രാജ്യങ്ങളിലേക്കും ഇത് വളരെയധികം കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇവയുടെ രുചിയും മധുരവും ഈ ഉൽപ്പന്നത്തിന് കൂടുതൽ സ്വീകാര്യതയുള്ള ഒരു മാമ്പഴം കൂടിയാണ്. കൂടാതെ ലക്നൗ പ്രതിവർഷം മാമ്പഴമേളകളും സംഘടിപ്പിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാവുന്നതാണ്. ഈ മാമ്പഴത്തിൻ്റെ ചെറിയ ഒരു മാർക്കറ്റിൽ തന്നെ ധാരാളം വെറൈറ്റി മാമ്പഴങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ചെറിയ ചെറിയ കച്ചവടക്കാരും വന്ന് ഇവിടെ നിന്ന് മാമ്പഴം പർച്ചേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഇലക്ട്രിക് ഓട്ടോയുടെ പുറകിൽ ഒരു ബ്ലോക്കിൽ വന്ന് പെട്ടിരിക്കുകയാണ്. 2 സൈഡിലേക്ക് വണ്ടി പോകാനുള്ള ഒരു സൈഡ് ഇവിടെ ഇല്ല. കാരണം 2 സൈഡിലും മാമ്പഴം വെച്ച് അതിൻ്റെ സൈഡിൽ കൂടെയാണ് ഇലക്ട്രിക് ഓട്ടോറിക്ഷകളാണ് കൂടുതലും ഈ ലഗേജ് കയറ്റി പോകുന്നത്. ഇലക്ട്രിക്കുമുണ്ട്, CNGയും ഉണ്ട്. അപ്പോൾ ഇതിലൂടെ നമ്മൾ ഈ സ്ഥലമില്ലാത്ത ഈ പാതയിലൂടെ മാമ്പഴത്തിൻ്റെ ഈ ദൃശ്യങ്ങളെല്ലാം കണ്ട് ഈ ബ്ലോക്കിൽ കിടക്കുകയാണ്. നമുക്ക് ഈ NHൻ്റെ സൈഡിലായ കാരണം ഇങ്ങോട്ട് കയറിയതാണ്. പല മാമ്പഴ മാർക്കറ്റിലും ഞാൻ കണ്ടിരുന്നു. വലിയ വലിയ മാർക്കറ്റുകളാണ്. ഈ മാമ്പഴ മാർക്കറ്റിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ലുലു മാൾ കണ്ട് അവിടെ നിന്നാണ് പോകുന്നത്. ലുലു മാളിൽ കൂടുതലായി ഒന്നും ഞാൻ പുറത്തു നിന്നേ പോയുള്ളൂ, ഉള്ളിലൊന്നും കടന്നില്ല. കാരണം നമ്മളത് പോയാൽ ഇന്നത്തെ ഒരു ദിവസം പോവും. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒറ്റയ്ക്കുള്ള സോളോ റൈഡും എൻ്റെ പുറകിലുള്ള ലഗേജും ഒക്കെ ഉള്ള കാരണം പല സ്ഥലത്തും അത് വെക്കാൻ പറ്റാത്ത സ്ഥലങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ഒരു ചെറിയ പേടി, ഇവിടുത്തെ ആൾക്കാരും ഒരു പ്രശ്നവുമില്ല, മനസ്സിൻ്റെ പേടി കാരണമാണ്. അപ്പോൾ ലുലുവിൻ്റെ ഉള്ളിൽ എക്സ്പ്ലോർ ചെയ്തില്ല. നമ്മൾ കൊച്ചിയിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തൊക്കെ ലുലു മാൾ എക്സ്പ്ലോർ ചെയ്തായ കാരണം ഇത് അങ്ങനെ വേണ്ടാന്ന് വെച്ചു. ശരിക്കും പോകേണ്ടതായിരുന്നു, പക്ഷേ എൻ്റെ സമയം പരിമിതി മൂലം ഇപ്പം തന്നെ ഞാൻ വന്നിട്ട് 23 ദിവസം കഴിഞ്ഞു. എൻ്റെ യഥാർത്ഥ ഡെസ്റ്റിനേഷൻ ഇതിൻ്റെ ഒരു അറ്റം എന്ന് പറയുന്നത് ലഡാക്കിലേക്കാണ്. അവിടുന്ന് പാങ്കോങ് പോകണം. അതുകൊണ്ട് എനിക്ക് സമയത്തിൻ്റെ ചില പരിമിതികളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും യാത്ര തുടർന്നു. ഒത്തിരി സ്ഥലത്തും മഴയൊക്കെയുള്ള കാരണം പല സ്ഥലത്തും കയറി നിന്നൊക്കെയുള്ള യാത്രകളായിരുന്നു ഇന്നത്തെ ദിവസം. ഈ മാമ്പഴം വിൽക്കുന്ന ഈ സർവീസ് റോഡിലേക്ക് കടന്നത് പണിയായി എന്ന് തോന്നണേ. കാരണം നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പുറത്ത് നല്ല NH-28 നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. നല്ല റോഡാണ്. അതിലൂടെ ഇത് കണ്ടാൽ മതിയായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ആകെ ബ്ലോക്കിലൊക്കെ പെട്ട് ഇങ്ങനെ പോകുമ്പോൾ അവിടെയുള്ള കച്ചവടക്കാരൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ കെട്ടും കെട്ടി ഒരു ബുള്ളറ്റ്, അതും സൗത്ത് ഇന്ത്യൻ രജിസ്ട്രേഷനുള്ള ഒരു ബുള്ളറ്റ്, കേരള രജിസ്ട്രേഷനുള്ള ഒരു ബുള്ളറ്റ് പോകുമ്പോൾ കച്ചവടക്കാരെല്ലാം രാവിലെ ശ്രദ്ധിക്കുന്നുണ്ട്. തിരക്കൊക്കെ കുറയുമെന്ന് തോന്നുന്നു. ഇപ്പോൾ വീണ്ടും ആ NHൻ്റെ ഇപ്പുറത്തൊരു സൈഡ് മതിലൊക്കെ കെട്ടി തിരിച്ചിട്ടുള്ള ഒരു പ്രദേശത്തേക്ക് എത്തി. ഏതായാലും ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയെന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ നിന്ന് വളരെ ശ്രദ്ധയോടുകൂടി അപ്പുറവും തട്ടാതെ നമുക്ക് ബുള്ളറ്റിൻ്റെ മാത്രമല്ല സൈഡിൽ ഉള്ള ബാഗിൻ്റെയും അതുപോലെ തന്നെ ജെറി ക്യാൻ്റെയൊക്കെ അളവനുസരിച്ച് വേണം ഈ 2 വണ്ടികളുടെ ഇടയിൽ കൂടെ കയറ്റി മുന്നോട്ടേക്ക് പോകാൻ.
അങ്ങനെ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ നല്ല മുന്നോട്ട് പോയി വീണ്ടും ഞാൻ മെയിൻ റോഡിലേക്ക് കടക്കുകയാണ്. ഇത് വീണ്ടും മെയിൻ റോഡായി. മെയിൻ റോഡിലും എല്ലാം ഓട്ടോറിക്ഷകളൊക്കെ നിർത്തിയിട്ട് ഇത് വാങ്ങുന്നവരും അതുപോലെ തന്നെ ഇത് വിൽക്കുന്നവരുമായ ഓട്ടോറിക്ഷക്കാരും വണ്ടികളുമൊക്കെ നീണ്ടു നിവർന്ന് നടത്തുന്ന ഈ റോഡ് ഫുള്ള് അവരുപയോഗിച്ചു കൊണ്ടുള്ള ഒരു റോഡാണ് നമ്മൾ കാണുന്നത്. മാർക്കറ്റ് വലിയ മാർക്കറ്റ് തന്നെയാണ്. ഇത് താൽക്കാലിക മാർക്കറ്റുകളാണ്. വലിയ വലിയ മാർക്കറ്റുകളുണ്ട്. മണ്ഡി എന്നറിയപ്പെടുന്ന, ഹിന്ദിയിൽ മണ്ഡി എന്ന് പറഞ്ഞാൽ മാർക്കറ്റുകൾ ഒത്തിരി അവിടെയെല്ലാം കാണാം. ഇത് റോഡ് സൈഡിലുള്ളൊരു മാർക്കറ്റാണ്. അതും കണ്ട് അങ്ങനെ മുന്നോട്ട് എൻ്റെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യാത്രയിൽ ചെറിയ ക്ഷീണമെല്ലാം അടിച്ചു തുടങ്ങി. പ്രത്യേകിച്ച് ഒരു ഹോം സിക്നെസ്സൊക്കെ തുടങ്ങി. വീട്ടിൽ നിന്ന് പോന്നിട്ട് ഇത്ര ദിവസമായ കാരണം, 23 ദിവസമായ കാരണം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ട്രിപ്പാണിത്. പശുക്കളെല്ലാം റോഡിൻ്റെ നടുവിലൂടെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പശുക്കളെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. സോളോ ബൈക്ക് റൈഡുകാർ എല്ലാം തന്നെ, സോളോ ആവണമെന്നില്ല, ബൈക്ക് റൈഡേഴ്സ് എല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പശുക്കൾ ഇറങ്ങി ഒത്തിരി നാൽക്കാലികൾ നമ്മുടെ മെയിൻ റോഡിലേക്ക് കടന്നു വരും. സൈഡിൽ നിൽക്കുന്നവരൊക്കെ പെട്ടെന്ന് റോഡിൻ്റെ നടുവിലേക്ക് കടന്നു വരും. അതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ പോവാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ യാത്രയിൽ എൻ്റെ ഇത്രയും ദിവസമായ കാരണം ഈ ഹോം സിക്നെസ് എന്ന് പറയും, നമുക്ക് വീട്ടിലൊന്ന് അകന്ന് നിന്നതിൻ്റെ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട്. അതൊക്കെ കൂടി ഇന്ന് വലിയ ക്ഷീണത്തിലാണ് എൻ്റെ യാത്ര. ഇന്ന് യാത്ര എവിടം വരെ എത്തും, ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തേക്ക് കടക്കുമോ എന്നറിയില്ല. എന്നാലും അങ്ങനെ നല്ല റോഡാണ്, സൈഡിലെല്ലാം കൃഷികളാണ്. അങ്ങനെ ഞാൻ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മെല്ലെ ഉള്ളേരിയ കൂടെയുള്ള ഒരു യാത്രയാണ് തിരഞ്ഞെടുത്തത്. ആ മെയിൻ റൂട്ടിൽ നിന്ന് പോകുന്ന നമ്മൾ ഗൂഗിളിൽ സെറ്റ് ചെയ്താൽ മതി, NH വിത്തൗട്ട് NH നോക്കി ടൂ വീലറിൽ പോകുന്ന വഴി ഞാൻ തിരഞ്ഞെടുത്തു. അവിടെ ആ നിർത്തിയ സ്ഥലത്ത് 2 വഴിയുണ്ടായിരുന്നു. അതിൽ ഇവിടുത്തെ ഈ വഴി നമ്മുടെ ചുട്ട കട്ട ഇഷ്ടിക നിരത്തിയിട്ടുള്ള ഒരു റോഡാണിത്. ഇതിലൂടെ കുറേ ദൂരം ഞാൻ മുന്നോട്ട് പോയി. ഈ യാത്രയിൽ ഇന്ന് എനിക്ക് വളരെയധികം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ക്ഷീണമുള്ളതുകൊണ്ട് ഇന്ന് ഇവിടെ നിന്ന് മാറി 225 കിലോമീറ്റർ കഴിഞ്ഞാൽ UPയിൽ തന്നെ മോഹൻ എന്ന് പറഞ്ഞ ഒരു കൊച്ച ടൗണുണ്ട്. അവിടെ ഇന്ന് റെസ്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് എനിക്ക് ഈ യാത്രയിൽ ഉത്തരാഖണ്ഡിലേക്ക് കടക്കാൻ സാധിക്കില്ല. അപ്പോൾ മോഹനിൽ ഇന്ന് റൂമെടുത്ത് കിടക്കണം. ഞാൻ ഈ വഴി ഇവിടെ നിറച്ച് 2 സൈഡിലും കരിമ്പും പാടങ്ങളാണ്. ഉത്തർപ്രദേശിൽ ഒത്തിരി സ്ഥലത്ത് കരിമ്പും പാടങ്ങളും അതുപോലെ തന്നെ ഒത്തിരി സ്ഥലത്ത് മാങ്ങ എല്ലാമുള്ള ഒരു സ്ഥലമാണ്. എനിക്കിവിടെ എത്തിയപ്പോൾ വഴിയൊന്ന് ചെറുതായി തെറ്റി. വീണ്ടും ഞാൻ വന്ന വഴിയിലേക്ക് തിരിച്ചു പോവുകയാണ്. നമ്മൾ ഗൂഗിളിൽ അവോയ്ഡ് NH എന്നടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാൻ, ഇവിടെയുള്ള റോഡിലെല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വളരെയധികം വിജനമായ സ്ഥലത്തെ കൂടെ നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ കുറച്ച് ധൈര്യമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ, പിന്നെ ടൂ വീലറായ കാരണം, ബുള്ളറ്റായ കാരണം നമ്മൾ അങ്ങനെ പേടിക്കാനൊന്നുമില്ല. അപ്പോൾ കുറച്ച് ധൈര്യമൊക്കെ ഉണ്ടെങ്കിൽ പറ്റും. വീണ്ടും ഞാൻ അത് കട്ട് ചെയ്ത് ഇപ്പുറത്ത് മെയിൻ NHലേക്ക്, NH 28ലേക്കും 26ലൂടെയാണ് കൂടുതൽ യാത്ര. വീണ്ടും കയറി എൻ്റെ യാത്ര തുടരുകയാണ്. ഇന്ന് ഉള്ള ഈ യാത്ര, ഇന്ന് പ്രത്യേകിച്ച് മോണിമെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത കാരണം ഇന്ന് യാത്ര ഇവിടെ ഇതിൻ്റെ മോഹനിലേക്ക് എത്തി ഇവിടെ നിർത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം. വീഡിയോകളൊക്കെ കൂടുതലും ബുള്ളറ്റിലുള്ള യാത്രയായ കാരണം ചിലയിടത്തൊന്നും അധികം അങ്ങനെ മോണിമെൻറ്റ്സ് ഒന്നും നമുക്ക് പകർത്താൻ കഴിയില്ലാത്ത കാരണം ചില വീഡിയോകളൊക്കെ ചെറിയ ബോറടി തോന്നിയിരിക്കാം. എന്നിരുന്നാലും നമ്മളെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മളെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു.